ഇടുക്കി ഉടുമ്പൻചോലയിൽ എം മണിക്ക് മൂന്നാം ഊഴം. ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ എം മണി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം. ദേവികുളത്ത് എ രാജ വീണ്ടും സ്ഥാനാർത്ഥിയാകും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, വിജയസാധ്യത എന്നുള്ളത് തന്നെയാണ് CPIMന്റെയും ഇത്തവണത്തെ മുൻഗണന എന്ന് നമുക്കറിയാം. അപ്പോൾ എം മണിയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എ രാജ, അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി വലിയ ആശ്വാസമൊക്കെ നേടി വന്ന നേതാവ് കൂടിയാണ്. അനുജ, തീർച്ചയായിട്ടും ഉടുമ്പൻചോലയിൽ എം മണി തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ എം മണി ആയിരിക്കും ഉടുമ്പൻചോലയിൽ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തതാണ്. സജീവമായി തന്നെ ആ മണ്ഡലത്തിൽ എം മണി തുടരുകയും ചെയ്തിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ പ്രചരണങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ എം മണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല, അദ്ദേഹം ശക്തനായി തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണ കുറിപ്പ് ഉൾപ്പെടെ ഇറക്കിയതാണ്. അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ചതാണ് എം മണി തന്നെ ആയിരിക്കും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തുക എന്നുള്ളത്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2 ടൈം വ്യവസ്ഥയിൽ എം മണിക്ക് ഇളവ് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനം നേരത്തെ തന്നെ ആയിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്ന പാടെ തന്നെ എം മണി ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഉടുമ്പൻചോലയിൽ മറ്റൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ മത്സരം കൂടുതൽ കടുക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എം മണിയെ തന്നെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ LDFന് വലിയ തിരിച്ചടി ആ മണ്ഡലത്തിൽ നേരിട്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം അത് മറികടക്കണമെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം, അത് എം മണി തന്നെ വേണം എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് ജില്ലാ നേതൃത്വം പോവുകയും ചെയ്തിരിക്കുന്നത്. മറിച്ച് ദേവികുളത്താണെങ്കിലും എ രാജ തന്നെ മതി എന്നുള്ളതാണ് നിലപാട്. 2ാം മത്സരമാണ് ഇനി വരാനിരിക്കുന്നത്. 2ാം ടൈമിലും എ രാജ തന്നെ മത്സരിക്കും. കഴിഞ്ഞ ഈ 5 വർഷ കാലയളവിൽ നിയമപരമായിട്ടുള്ള ചില വലിയ ബുദ്ധിമുട്ടുകൾ രാജ അനുഭവിച്ചതാണ്. സുപ്രീം കോടതിയിൽ പോയി പിന്നെ താൻ MLA ആയിരിക്കാൻ യോഗ്യനാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും എ രാജയ്ക്കും ഒരു അവസരം എന്ന നിലയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മികച്ച വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല സാമുദായിക ഘടനകൾ കൂടി പരിഗണിച്ചുകൊണ്ട് എ രാജയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. പകരം ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദേവികുളത്തെ S രാജേന്ദ്രന്റെ BJP പ്രവേശനം ഒന്നും ഒരു തരത്തിലും പാർട്ടിയെ ഏശില്ല, ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് രാജേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ പോലും അത് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കില്ല. അതുകൊണ്ട് എ രാജ തന്നെ തുടരട്ടെ എന്നുള്ള തീരുമാനവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്തയാണ് ഉടുമ്പൻചോലയിൽ എം മണി മൂന്നാമതും മത്സരിക്കുമെന്ന വാർത്ത. ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ എം മണി തന്നെ മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. ഒപ്പം ദേവികുളത്തെ രാജ വീണ്ടും സ്ഥാനാർത്ഥിയാകും. രാഹുൽ വിജയനാണ് ഈ വാർത്ത നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.